സങ്കീർത്തനം 69 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ദൈവമേ, എന്നെ രക്ഷിക്കണമേ. വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുന്നു. ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു. ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകുന്നു. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നു. എൻ്റെ തൊണ്ട വരണ്ടു. ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി. കാരണം കൂടാതെ എന്നെ അവർ എതിർക്കുന്നു. എൻ്റെ തലമുടി ഇഴകളേക്കാൾ കൂടുതലാണ് എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയവർ. നുണ കൊണ്ട് എന്നെ ആക്രമിക്കുന്നവർ പ്രബലരാണ്. ഞാൻ മോഷ്ടിക്കാത്തത് തിരിച്ചു കൊടുക്കാനാകുമോ? കർത്താവേ, എൻ്റെ ഭോഷത്വം അവിടുന്ന് അറിയുന്നു. എൻ്റെ തെറ്റുകൾ അങ്ങിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങിൽ പ്രത്യാശ വയ്ക്കുന്നവർ ഞാൻ മൂലം ലജ്ജിക്കാനിടയാകരുതേ. ഇസ്രായേലിൻ്റെ ദൈവമേ, അങ്ങേ അന്വേഷിക്കുന്നവർ ഞാൻ മൂലം അപമാനിതരാകാൻ സമ്മതിക്കരുതേ. അങ്ങേ പ്രതിയാണ് ഞാൻ നിന്ദനം സഹിച്ചതും ലജ്ജ എൻ്റെ മുഖത്ത് ആവരണം ചെയ്തതും. എൻ്റെ സഹോദരർക്ക് ഞാൻ അപരിചിതനും എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യയുമായിരുന്നു. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. അങ്ങയെ നിന്ദിക്കുന്നവരുടെ നിന്ദനം എൻ്റെ മേൽ നിവേദിച്ചിരിക്കുന്നു. ഉപവാസം കൊണ്ട് ഞാൻ എന്നെ തന്നെ വിനീതനാക്കി. അതും എനിക്ക് നിന്ദനത്തിന് കാരണമായി. ഞാൻ ചാക്കൊടുത്തു. അതുനിമിത്തം ഞാൻ അവർക്ക് പാഴ്മൊഴിയായി. നഗര കവാടത്തിലിരിക്കുന്നവർക്ക് ഞാൻ സംസാര വിഷയമായി. മദ്യപർ എന്നെക്കുറിച്ച് പാട്ടുകൾ ചമയ്ക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. രക്ഷയുടെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസ്തനാണല്ലോ. ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കണമേ. ശത്രുക്കളിൽ നിന്നും സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകാതിരിക്കട്ടെ. ആഴങ്ങൾ എന്നെ വിഴുങ്ങാതിരിക്കട്ടെ. പാതാളം എന്നെ മൂടിക്കളയാതിരിക്കട്ടെ. കർത്താവേ, എനിക്ക് ഉത്തരമരുളണമേ. അങ്ങയുടെ അചഞ്ചല സ്നേഹം ശ്രേഷ്ഠമാണല്ലോ. കരുണാസമ്പന്നനായ അവിടുന്ന് എന്നെ കടാക്ഷിക്കണമേ. അങ്ങയുടെ ദാസനിൽ നിന്ന് മുഖം മറയ്ക്കരുതേ. ഞാൻ കഷ്ടതയിൽ അകപ്പെട്ടു. വേഗം എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ അടുത്ത് വന്ന് എന്നെ രക്ഷിക്കണമേ. ശത്രുക്കളിൽ നിന്ന് എന്നെ സ്വതന്ത്രരാക്കണമേ. ഞാൻ ഏറ്റ നിന്ദനവും ലജ്ജയും അപമാനവും അവിടുന്ന് അറിയുന്നു. എൻ്റെ ശത്രുക്കളെ അങ്ങേക്കറിയാമല്ലോ. നിന്ദനം എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ നൈരാശ്യത്തിലാണ്ടു. സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു. ആരെയും കണ്ടില്ല. ആശ്വസിപ്പിക്കാനുണ്ടോ എന്ന് നോക്കി. ആരുമുണ്ടായിരുന്നില്ല. ഭക്ഷണമായി അവർ എനിക്ക് വിഷം തന്നു. ദാഹത്തിന് അവർ എനിക്ക് വിനാഗിരി തന്നു.